യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം ഏറെ ഹൃദയസ്പർശിയാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവമാണ് ലോകത്തെ നമ്മെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം തിരുമനസ്സായത്. ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹ ഭൂമിയിൽ വന്ന് കാൽവരിയിൽ കുരിശിൽ ജീവത്യാഗം നൽകിക്കൊണ്ട് പിതാവിൻ്റെ ദൗത്യം നിറവേറ്റുകയുണ്ടായി. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർക്കുവാനും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് ബോധ്യപ്പെടുവാനും 50 നോമ്പിൻ്റെ വിശുദ്ധ ദിനങ്ങൾ നമുക്കായി നൽകപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ ദൗത്യം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുക, ദൈവജനത്തെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ അന്നത്തെ സഹായമെത്രാനായിരുന്ന മാർ തോമസ് ചെക്കത്ത് പറയുകയുണ്ടായി, അച്ഛൻ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ മരണ രജിസ്റ്റർ ഒന്നെടുത്ത് അതിൻ്റെ പേജുകൾ മറിച്ച് നോക്കണം. മിക്ക വീടുകളിലും ഒരാളെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും. അച്ഛൻ്റെ പ്രത്യേകമായൊരു ദൗത്യം പ്രത്യാശ നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നതാണെന്ന് പിതാവ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അന്ന് മുതൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ മനുഷ്യർക്ക് പ്രത്യാശ നൽകുവാനായിട്ട് എൻ്റെ സംസാരത്തിലൂടെയും തിരുവചന സന്ദേശത്തിലൂടെയും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഭവന സന്ദർശനങ്ങൾക്ക് പോകുമ്പോൾ പലവിധ സാഹചര്യങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് വിഷമിച്ച് കഴിയുന്ന ആളുകളോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അവരെ ബലപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറി വീണ്ടും ധൈര്യപൂർവ്വം ജീവിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർ പലപ്പോഴും ആത്മഹത്യ പ്രവണതകളിൽ നിന്ന് മാറി ജീവിതത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന നല്ല അനുഭവങ്ങൾ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പൗരോഹിത്യത്തിൽ 25 വർഷം പിന്നിടുമ്പോൾ ഞാൻ പല പള്ളികളിൽ സേവനം ചെയ്തു. 2-3 പേരാണ് ആത്മഹത്യ ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഒരു പുരോഹിതൻ്റെ ദൗത്യമെന്ന് പറയുന്നത് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പ്രത്യാശ പകരുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കുമ്പസാരക്കൂട്ടിലെ ഒരു പുരോഹിതൻ്റെ ജീവിതവും. വളരെ തളർന്ന് ബലഹീനമായ അവസ്ഥയിൽ കുമ്പസാരക്കൂട്ടിൽ അണയുന്നവർക്ക് ഒരു പ്രത്യാശയുടെ അനുഭവം ലഭിച്ചു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ കുമ്പസാരിച്ചു. ഞാൻ അയാൾക്ക് നല്ല ഉപദേശങ്ങളൊക്കെ നൽകി. എഴുന്നേറ്റ് പോയപ്പോൾ അയാൾ ഞാൻ ഇരുന്ന കസേരയുടെ അടുത്ത് വന്നിട്ട് എൻ്റെ കൈകളെടുത്ത് പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് നൽകി, താങ്ക് യു, വളരെയധികം ആശ്വാസമായെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ മനുഷ്യർക്ക് പ്രത്യാശ നൽകുക അതൊരു പുരോഹിതൻ്റെ ദൗത്യമായിട്ട് സ്വീകരിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നത് ഒറ്റയ്ക്കാണ്, തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്കാണ്. അതിനിടയിലുള്ള ഹ്രസ്വമായ ജീവിതമാണ് അവൻ്റെ കൂട്ടായ്മയുടെ ജീവിതം. ആ ജീവിതത്തിലാണ് പലപ്പോഴും സംഘർഷങ്ങളും പ്രയാസങ്ങളും വേദനകളുമെല്ലാം അവൻ അനുഭവിക്കുന്നത്. അതാണ് അവനെ ചിലപ്പോൾ അവൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോവുക. പക്ഷെ അവിടെ അവൻ്റെ ജീവിതത്തിൽ അവന് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഒരു നിയോഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എല്ലാ വിപരീത അനുഭവങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശക്തി ആർജിക്കുന്നത് പല അവസരത്തിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന ഒരു ബോധ്യമാണ് നോമ്പുകാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്.
ദൈവത്തെ സ്നേഹിക്കുന്ന നല്ല വ്യക്തികളായി ജീവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി യാഥാർത്ഥ്യബോധത്തോടെ നയിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ കാൽവരി യാത്ര പോലും സംതൃപ്തിദായകമായി അനുഭവപ്പെടും. എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന ഈശോയുടെ കുരിശിലെ അവസാന മൊഴിയും നമുക്ക് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യം അതുതന്നെയാണ്. ജീവിതത്തെ പ്രത്യാശയോടെ കണ്ടുകൊണ്ട് ദൈവമേൽപ്പിച്ച ദൗത്യം നിർവഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന സംതൃപ്തി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.